കേന്ദ്ര സർക്കാർ തൊഴിൽ കാർഷിക മേഖലകളിൽ അനുദിനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ദേശീയ തലത്തിൽ നടത്തുന്ന ജയിൽ നിറക്കൽ സമരത്തിന്റെ ഭാഗമായി കോട്ടയം ട്രേഡ് യൂണിയനുകൾ, കർഷക തൊഴിലാളി സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിൽ കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. നൂറുകണക്കിന് തൊഴിലാളികളും കർഷക തൊഴിലാളികളും പങ്കെടുത്തു. കേരള കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് KN ബാലഗോപാൽ MLA ഉപരോധം ഉദ്ഘാടനം ചെയ്തു. യുവജനങ്ങളുടെ ജെൻസി എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്ന ഇപ്പോഴത്തെ ടീനേജുകാർ ഉൾപ്പെടെയുള്ള പുതിയ ചെറുപ്പക്കാരുടെ അതിശക്തമായ സമരം നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നു. അതിൻ്റെ ഭാഗമായി കോട്ടകൊത്തളങ്ങളെ വിറപ്പിക്കുന്ന പ്രക്ഷോഭം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കോട്ടകൊത്തളങ്ങളെ വിറപ്പിച്ച് ഈ നാട്ടിലെ ഓരോ പ്രദേശത്തും ഉണ്ടായ അതിന്റെ അലയൊലികൾ കണ്ടുകൊണ്ട് തന്നെ അമ്പരന്ന് ആ പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായെന്ന് കണ്ടു. അതൊക്കെ സ്വാഭാവികമായി വന്ന പ്രതിഷേധത്തിന്റെ ഒരു വലിയ രൂപമാണ്. അത് യുവജനങ്ങൾ പ്രത്യേകിച്ചും അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. യുവജനങ്ങൾക്ക് മാത്രമായ ഒരു പ്രശ്നമില്ല എന്ന് നമുക്കറിയാം. അവരുടെ രക്ഷകർത്താക്കളാണ് തൊഴിലാളികൾ, അവരുടെ രക്ഷകർത്താക്കളാണ് കർഷകർ, അവരുടെ രക്ഷകർത്താക്കളാണ് കർഷക തൊഴിലാളികൾ. ആ വിഭാഗം, ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ, എല്ലാ മേഖലയിലും തൊഴിലെടുക്കുന്നവർ, അവരുടെ വരുമാനത്തെ ബാധിക്കുന്ന, മുന്നോട്ട് പോകണമെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭമല്ലാതെ മാർഗമില്ല എന്ന് തിരിച്ചറിഞ്ഞ ചെറുപ്പക്കാരുടെ പ്രക്ഷോഭമാണ്, പൊട്ടിത്തെറിയാണ് പാറ്റകൾ എന്ന് വിളിച്ച് ആക്ഷേപിച്ച ആ സമരത്തിന് ആധാരം. AITUC ജില്ലാ പ്രസിഡന്റ് OPA സലാം അധ്യക്ഷനായി. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TR രഘുനാഥൻ, ജില്ലാ സെക്രട്ടറി K അനിൽകുമാർ, കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് ജോസഫ് ഫിലിപ്പ്, സെക്രട്ടറി KM രാധാകൃഷ്ണൻ, KSKTU ജില്ലാ പ്രസിഡന്റ് PV സുനിൽ, സെക്രട്ടറി MK പ്രഭാകരൻ, AITUC സംസ്ഥാന സെക്രട്ടറി VB ബിനു, സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK ശശിധരൻ, MT ജോസഫ്, EN ദാസപ്പൻ, PK കൃഷ്ണൻ, MK ദിലീപ്, PK ആനന്ദക്കുട്ടൻ, CK ആശ, ജോൺ V ജോസഫ്, TB ബിജു, VT തോമസ് എന്നിവർ സംസാരിച്ചു. സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. i4 ന്യൂസ്, ഏറ്റുമാനൂർ.